Okay, so anyway, praise God. യേശുവിൻ്റെ രക്തത്താൽ നമുക്കൊരു വാക്യം വായിക്കാം. നമുക്ക് വചനത്തിലെ അല്പസമയം നമുക്ക് നോക്കാം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പാട്ട് പാടാമെന്ന് അന്നേരം പറഞ്ഞതാ, പക്ഷേ സിസ്റ്ററിന് കേട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചത്. താങ്ക് യു സോ മച്ച്. അത് കുഴപ്പമില്ല. അപ്പം ജോൺ ഐസക് പാസ്റ്റർ പറഞ്ഞു വചനം കഴിഞ്ഞിട്ട് പാടാമെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു സെക്കൻഡ്. ഓ പോയി, ഞാൻ ജോൺ ഐസക് പാസ്റ്റർ ആയിരുന്നു എന്നെ വിളിച്ചത്. സോ ഇറ്റ്സ് ഓക്കെ. പ്രൈസ് ഗോഡ്. ഹലോ, എനിക്ക് പാസ്റ്റർ പറയുന്ന ഫോൺ ഇതിൽ കൂടെ കേൾക്കത്തില്ല, പക്ഷെ ഫോണിൽ കൂടെ കേൾക്കാം. ശരി, മെസ്സേജ് കഴിഞ്ഞാൽ ശരി. താങ്ക് യു. പിശാച് ഭയങ്കര ശക്തിയോടെ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ തോന്നി. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരിക്കലും എല്ലാ സൂമിലും കയറി ഈ ഇതിൽ ഇന്ന് കയറിയപ്പോ ഒന്നും കാണുന്നില്ല എല്ലാം. എനിവേ ഇറ്റ്സ് ഓക്കെ. പിശാച് എത്ര നോക്കിയാലും നമ്മുടെ ദൈവം ജയിച്ച ദൈവമാണ്. ആമേൻ. നമ്മളെ നിരാശപ്പെടുത്താനും നമ്മളെ ഭാരപ്പെടുത്താനും നമ്മളെ ഡിസ്കറേജ് ചെയ്യുവാനും എപ്പോഴും ശത്രു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആമേൻ, സ്തോത്രം. ഒരു ദൈവവേദിൽ എന്നും ഒരു പോരാട്ട ജീവിതത്തിലാണ്. പക്ഷേ ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. വചനം പറയുന്ന എന്തുവാ? സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ ശത്രുവിനെ ആമേൻ 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 സ്തോത്രം. അതുകൊണ്ട് നമ്മളെ ഏതെല്ലാം ദൈവ പൈതങ്ങളെ ആമേൻ സ്തോത്രം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ തളർത്തി കളയുന്ന പരിപാടികളാണ്. ആമേൻ. പ്രോമിസുകളെല്ലാം ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ ആ പ്രോമിസിൽ നമുക്ക് തന്നെ ഇപ്പൊ സംശയം വന്ന് ഓരോ ജീവിതം മറ്റുള്ളവരെ നോക്കി ഇന്ന ജീവിതത്തിൽ അവർക്ക് പ്രോമിസ് കൊടുത്തു പക്ഷെ കിട്ടിയില്ലല്ലോ, അല്ലെ ഇന്ന കാര്യത്തിൽ കിട്ടി, നമ്മളെ നിരാശപ്പെടുത്തി നമ്മളെ കൂടെ അങ്ങ് തളർത്തി നമ്മളെ കൂടെ പ്രാർത്ഥിപ്പാനും മടുപ്പ് വരുത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പിശാചെന്ന് പറഞ്ഞ് അത് ദൈവവചനം പറയുന്നത്, നിങ്ങൾ മടുത്തു പോകരുത്. കാരണം ദൈവത്തിന് അറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ മടുപ്പ് ഉണ്ടാക്കുമെന്ന് പിശാചൻ. അപ്പം കാരണം നമ്മൾ ചിലപ്പം വേറൊരാളെ വലിയ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസിയെ അല്ല ദേവദാസിനെ നോക്കിക്കൊണ്ട് പറയോ, അയ്യോ അവരുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വരുന്നത്, അവരോടുള്ള ദൈവ വാഗ്ദത്വം നടന്നില്ലല്ലോ. ഇതെല്ലാം നമ്മളെ ഇങ്ങനെ നമ്മളെ കൂടെ ഡിസ്കറേജ് ചെയ്യുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ വിചാരിച്ചു പോകണം, നമ്മൾ ക്ഷീണിച്ചു പോകാനല്ല, നമ്മുടെ വിശ്വാസത്തിൽ എങ്ങനെ നിൽക്കുന്നു, എത്ര മതിൽ ചാടി കടക്കാൻ ദൈവം നമുക്ക് ബലം തന്നിട്ടുണ്ട്, എത്രയോ അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഒരു വാക്യം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം ഹീബ്രൂസ് 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആമേൻ, സ്തോത്രം. 12 മുതൽ വായിക്കും സഹോദരൻ. 12 മുതലേ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആമേൻ, സ്തോത്രം. അപ്പോഴേ എക്കോ കേൾക്കുന്നുണ്ടോ? ഓ, എന്റെ ശബ്ദത്തിനാണോ എക്കോ വരുന്നേ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മളെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കും. അപ്പൊ നമ്മളെ പങ്കാളിത്തം ഒരു പാർട്ടേക്കറായിട്ട് ക്രിസ്തുവിൽ പങ്കാളികളായിട്ടാണ് ദൈവം നമ്മെ കണ്ടത്, നമ്മെ വിളിച്ചത്. അങ്ങനെ ഒരു പങ്കാളിത്ത ശുശ്രൂഷയാണ് നമ്മളെ ഏൽപ്പിച്ചത്, അല്ലേ? പക്ഷേ ഇന്ന് ദിവസങ്ങളില് ഈ ഇസ്രായേൽ ജനം പോലും അവരെ വലിയ മരുഭൂമിയിൽ കൂടെ അവരെ കൊണ്ടുവന്നു. അവർക്ക് വാഗ്ദത്വ ദേശമൊക്കെ പറഞ്ഞ് എല്ലാം
വചനം ഇറക്കിക്കൊണ്ടുവന്നു. എന്നാൽ അവരുടെ ഹൃദയം കഠിനമായി പോയി, അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോയി, നീരസപ്പെട്ടു പോയി. അവര് പരീക്ഷയിലായി. അവരുടെ ദൈവശബ്ദം കേട്ടുവെങ്കിലും അവർ മത്സരത്തിൽ എന്നപോലെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അവന് ദൈവത്തിന് അവരോട് നീരസമുണ്ടായി. ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, നമ്മളെയും ശത്രു തകർക്കുവാനും നമ്മളെ ക്ഷീണിപ്പിക്കുവാനും നമ്മളെ നിരാശയെ കൊണ്ടുവന്ന് നമ്മുടെ വാഗ്ദത്തങ്ങൾ എത്താതിരിക്കുവാൻ പിശാച് വളരെ പോരാടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവജനം അത് ഒന്ന് മനസ്സിലാക്കണം. ഒരു ദൈവജനത്തോട് സ്തോത്രം ദൈവം ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. ദൈവം വാഗ്ദത്തം പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം വിശ്വസ്തനാണ്. എന്നാലേ നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം, ഇന്ന് പലപ്പോഴും വിശ്വാസം കുറച്ച് കർത്താവിനോട് പറയുന്നു, കർത്താവെ ഇന്ന് രാവിലെ പകലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ വിശ്വാസം കുറഞ്ഞു പോകല്ലേ, എന്റെ വിശ്വാസം ചോർന്നു പോകല്ലേ, എന്റെ വിശ്വാസത്തെ ഞാൻ ക്ഷീണിച്ചു പോകല്ലേ. കാരണം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാൽ നമ്മുടെ ആദ്യകാലങ്ങളിലെ അനുഭവം ഒത്തിരിയും പ്രാപിച്ചിട്ടുണ്ട്, ഒത്തിരിയും കണ്ടിട്ടുണ്ട്, ഒത്തിരിയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്, ഒത്തിരിയും അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതം, ഇന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? ഇന്ന് അനുഭവങ്ങൾ ചൂടേറിയ ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ നമുക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? എന്തുവാ കാലേബ് പറയുന്നു, ഞാൻ അന്ന് എനിക്ക് 45 years ആയിരുന്നു അല്ലേ എനിക്ക് വാഗ്ദത്തം കിട്ടിയപ്പോ. എന്നാൽ ഇന്ന് പടവെട്ടാനും യുദ്ധം ചെയ്യുവാനും അന്നത്തെ പോലെ ശക്തി. നമുക്കൊന്ന് ശോധന ചെയ്യാം, നമ്മുടെ ആത്മാവിന്റെ ശക്തി കുറഞ്ഞു പോയോ? നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നുണ്ടോ? നാം സ്തോത്രം, നമ്മുടെ ഹൃദയം എന്നാൽ ദൈവാത്മാവിനെ ഓർപ്പിക്കാൻ നമ്മൾ ക്ഷീണിച്ച് മടുത്തു പോകേണ്ടിവരല്ല. സ്തോത്രം, ദൈവത്തിന് നമ്മളിൽ കൂടി പ്രവർത്തിക്കുവാനുണ്ട്. ഉന്നത വിളിയ ദൈവം വിളിച്ചുവെങ്കിൽ ദൈവത്തിന് നമ്മളെ മേൽ പ്രവർത്തിക്കുവാനുണ്ട്. എന്നാൽ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാതിരിക്കാൻ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കാം. 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ഗാഡ്. 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പ്രൈസ് ഗാഡ്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട്, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിക്കൽ ശെക്കേലിന് 1 സെയാ ഗോതമ്പുമാവും ശെക്കേലിന് 2 സെയാ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. മതി. അപ്പം നാളെ ഈ സമയത്തെ ഹല്ലേലൂയ, കർത്താവിന്റെ വാഗ്ദത്തം നമ്മുടെ ഓരോരുത്തരുടെ മേലും അനേക വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവം പറയുക, നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ട്, നിന്റെ കുടുംബത്തിന് വിടുതലുണ്ട്, നിന്റെ തലമുറയിൽ വിടുതലുണ്ട്. ദൈവം ആ വാഗ്ദത്തങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുക. നാം ഓൾമോസ്റ്റ് അതിന്റെ അടുക്കലോട്ട് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ സമയത്താണ് ശത്രു നമ്മുടെ മനസ്സിൽ സംശയമിട്ട്, ഭയമിട്ട്, പ്രാർത്ഥിക്കാൻ ഒക്കാതെ വണ്ണം മടുപ്പ് വരുത്തി, മതി, ഓടിയത് മതി, ക്ഷീണിപ്പിച്ച്, വാഗ്ദത്തം എവിടെയെന്ന് പറഞ്ഞ് നമ്മെ ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നാളെ ഈ നേരത്തെ there is a better tomorrow. നാളെ നിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ചില പ്രോമിസുകളിൽ ദൈവം നിവർത്തിക്കും. അതിന് സംശയമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടോ? അവൻ മനുഷ്യനല്ല, വാക്ക് പറഞ്ഞവൻ, മാറാത്ത ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നാളെ ഈ സമയത്തെ ഒരു ഭാവി, നമ്മളെ പറ്റിയുള്ള ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ഒരു ഭാവി ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. അത് ചെറുതല്ല, അത് മച്ച് ഹയർ. എന്നാൽ പ്രാപിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. നാം ക്ഷീണിച്ചു പോയാൽ ആ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ കാണുന്നു തികച്ചും അസാധ്യമായ അനുഭവങ്ങളാണ്. അവിടെ ശമര്യ എന്ന് പറയുന്നത്, ശമര്യ വളഞ്ഞിരിക്കുക. 6-ാം രാജാവ് വന്ന് ശമര്യ വളഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. അവിടെ ഭയങ്കര പട്ടിണിയും ക്ഷാമവും. ശമര്യ 6-ാം രാജാവ് വന്ന് വളഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീ അവർ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെ ഇന്ന് ഞാൻ ആ കുഞ്ഞിനെ പാകം ചെയ്ത് തിന്നട്ടെ. അങ്ങനെ അത്രമാത്രം ഒരു ക്ഷാമം, ടോട്ടലി
വളഞ്ഞ ഒരു അനുഭവം, ശത്രു വന്ന് വളഞ്ഞ അനുഭവങ്ങള്. ആമേൻ, സ്തോത്രം. ആമേൻ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവത്തിൽ അങ്ങനെയൊക്കെ തോന്നിയെന്നിരിക്കും. ചിലപ്പോൾ ശത്രു എന്നെ വളഞ്ഞോ, അടുത്ത സ്റ്റെപ്പുകൾ മുമ്പോട്ട് പോകണ്ടേ, എങ്ങനെയാണ്, ഒരു മറുപടി കാണുന്നില്ലയോ കർത്താവേ, അനുഭവങ്ങളിലൊക്കെ ആമേൻ അകപ്പെട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും ഹല്ലേലൂയ, കർത്താവിന്റെ വാഗ്ദത്തം നമ്മൾ ഓർക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ചലഞ്ചുകളെ ഓവർകം ചെയ്തത്? രണ്ട് കാര്യം. വചനവുമായിട്ട് നാം എപ്പോഴും വചനത്തിൽ, നമ്മൾ വചനം വായിച്ച് കഥ പോലെ വായിച്ചു പോകുന്നവരാ. ആമേൻ, അങ്ങനെയല്ല. കർത്താവിന്റെ സന്നിധി നാം ഇരിക്കുമെങ്കിൽ, വചനം ധ്യാനിക്കുമെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കും. നമ്മൾ പലപ്പോഴും വചനത്തിൽ കൂടി ആമേൻ പ്രവാചകന്മാരെ നമ്മൾ നോക്കുന്നതിലും കൂടുതലായിട്ട് വചനത്തിൽ കൂടി ഇരുന്ന് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ ദൈവം നമ്മോട് ഹൃദ്യമായി നമ്മുടെ വിഷയത്തിന്മേൽ തന്നെ ദൈവം സംസാരിക്കും. ആ വിഷയം നമ്മോട് ഇടപെടും. ആമേൻ, അല്ല നമ്മൾ ഓടിച്ചൊരു ഒരു പരിചയത്തിൽ വായിച്ചു പോകുമല്ല. കർത്താവ്, ഇന്ന് എൻ്റെ ഈ വിഷയം, ആമേൻ, ഞാൻ കടന്നു പോകുന്ന ചലഞ്ചിൽ കർത്താവിനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന് സന്നിധി ഇരുന്നാൽ വി ഹാവ് ടു സ്പെൻഡ് സം ടൈം. അതാണ് നമ്മുടെ എല്ലാം കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് വായിച്ചു പ്രാർത്ഥിച്ചു ഒരു ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആദ്യകാലങ്ങളെ ഓരോ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഓരോ വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്ത്? നമ്മൾ ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ദൈവസന്നിധി സമയങ്ങൾ ചെലവഴിക്കും. ഇന്ന് ഉപവാസം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി, ഇന്ന് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി, വചന ധ്യാനം കുറഞ്ഞുപോയി. വചനം ധ്യാനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. ആ വചനം വെറുതെ വായിച്ചു പോയാൽ ദൈവത്തിന് ഒന്നും നമ്മോട് സംസാരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് എൻലൈറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരും. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്ന ദൈവത്തിന് നമ്മുടെ മേലൊരു പ്രോമിസ് ഉണ്ട്. ആ ദൈവം അത് തക്ക സമയത്ത് ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം എത്ര ക്ഷാമമായ അനുഭവം, എത്ര തികച്ചും അസാധ്യമായ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ശത്രു വളഞ്ഞിരിക്കുന്ന അനുഭവങ്ങളാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ വാഗ്ദത്തം പറയാണ്, നാളെ ഈ സമയം, നാളെ ഒരു പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. നാളെ ഈ സമയം, ഹല്ലേലൂയ. നമുക്കറിയാം, നാളെ ഈ സമയം എന്ന് പറയുമ്പോൾ കർത്താവ് അനേക സ്ഥലങ്ങളിലെ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള് റൂത്ത് പറയുന്നുണ്ട്. റൂത്ത് നവോമിയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ റൂത്ത് 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് ആ അമ്മായിയമ്മ അവളോട് പറയുന്നു, നീ തിരിച്ചു പൊക്കോ, അമ്മ എല്ലാം കഷ്ടവും പ്രയാസവും എന്നെ കൊണ്ട് ഐ കനോട്ട് ഡു മച്ച്, ഹല്ലേലൂയ എന്നെല്ലാം പറഞ്ഞ് അവളോട് പറയും, നീ തിരിച്ചു പോ എന്ന് പറയുമ്പോഴും അവളുടെ ഒരു തീരുമാനമുണ്ട്. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അവളുടെ ആ തീരുമാനത്തിന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുന്നത്. ആമേൻ. മോവസ് പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ രാത്രി നീ താമസിക്കേണ്ട കൂടെ, അല്ലേ? 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ രാത്രി താമസിക്ക, നാളെ നിന്നേക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ, നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും. രാവിലെ വരെ കിടന്നുകൊള്ളുക. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തം, ആമേൻ, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം അതിന്റെ സമയത്തിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. അതിന്റെ ആ തക്ക സമയം, ഒരു നാളെ, ഒരു ടുമോറോ ഗാഡ് ഹാസ് എ പ്രോമിസ്. നാം തീരുമാനത്തിൽ ക്ഷീണിച്ചു പോകാനോ, ആമേൻ, മാറിപ്പോവാനോ, നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകുവാനോ അല്ല. സ്തോത്രം. വാഗ്ദത്തം ചെയ്ത് അവസാനത്തോളം വിശ്വസ്തയോടെ, ആമേൻ, എന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുവെന്ന്, ആമേൻ, അവസാനം വരെ നിന്നാൽ, ആമേൻ, ഒരു ദിവസം
ദിവസം ഓടി, 10 വർഷം ഓടി, 15 വർഷം ഓടി, 20 വർഷം ഓടി, 40 വർഷം ഓടി. ഇപ്പൊ ഞാൻ ക്ഷീണിച്ചിരിക്കുക. പണ്ടുകാലത്തെ കൃപയും പണ്ടുകാലത്തെ ശക്തിയും ഈ നാളുകളിൽ നാം ക്ഷീണിച്ചു പോയോ? ഹല്ലേലൂയ. നാം ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ ഒരു കാലേബിനെ പോലെ ഏറ്റെടുക്കുവാൻ, ചലഞ്ചുകൾ ഏറ്റെടുക്കുവാൻ. നമ്മൾ പ്രായമായി അല്ലെ വർഷങ്ങളായെന്ന് പറഞ്ഞ് നമ്മൾ മടുത്ത് മാറിപ്പോകാനല്ല. ഓരോ ദിവസവും കൂടുന്തോറും കർത്താവിൽ വർധന പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, സ്തോത്രം, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അനുഭവം. നമ്മുടെ ശരീരം ചിലപ്പോൾ ഒരു പക്ഷെ ക്ഷീണിച്ചെന്നിരിക്കും, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിച്ചെന്നിരിക്കും, എന്നാൽ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ ബലപ്പെടണം. സ്തോത്രം. അരമ ഹദ്ദുന അരബാല ബശാന്തലേ. ഹല്ലേലൂയ. അടകമേ ഉള്ള മനുഷ്യൻ ഹല്ലേലൂയ ക്ഷീണിച്ചു പോകുവാനല്ല. സ്തോത്രം. നാൾക്ക് നാൾ ബലപ്പെടണമെങ്കിൽ എന്ത് വേണം? വചനം നാം വായിക്കണം, പ്രാർത്ഥനയെ നാം ഉച്ചരിക്കണം. ഹല്ലേലൂയ. നമ്മളെ അകറ്റുന്ന അനേക അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ മാത്രം നമ്മൾ ചിലപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയി നമ്മളെ അകറ്റിക്കൊണ്ട് പോകുമ്പോൾ, കർത്താവിന്റെ സന്നിധി വേർപെട്ടിരിക്കുമ്പോൾ കർത്താവ് ചില വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയേക്കും. ദൈവം വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തൻ. ഹല്ലേലൂയ. നാളെ ഈ സമയത്തെ കർത്താവിന്റെ വാഗ്ദത്തം നിറവേറിയാണ്. തികച്ചും അസാധ്യമായ കാര്യങ്ങൾ. സ്തോത്രം. ഒരു സെയ്യ ഒരു സെയ്യ ഗോതമ്പുമാവും ഷേക്കലിന് 2 സെയ്യ യവവും വിൽക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ അകമ്പടി നായകൻ നമുക്കറിയാം, ലോകത്തിന്റെ കണ്ണിൽ നോക്കിയാൽ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന പോലും സംഭവിക്കുന്നതല്ല. തികച്ചും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയം. സ്തോത്രം. ഹല്ലേലൂയ. നാം നടക്കത്തില്ലെന്ന് ലോകം പറയും, വിധിയെഴുതും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തനാണ്. ഈ 4 ബാലന്മാര് നമുക്കറിയാം, അവർക്കൊരു വിശ്വാസമുണ്ട്. അവർ പറഞ്ഞു, എൻ്റെ ദൈവനെ വിടുവിച്ച്, എനിക്കറിയാം എൻ്റെ ദൈവനെ വിടുവിക്കുമെന്ന്. എന്നാൽ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനെ തന്നെ സേവിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്. നമ്മൾ ആരെ വിശ്വസിച്ചെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്നെ ചുറ്റുപാട്, ഏതെല്ലാം നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു നമ്മളത് നോക്കി നമ്മുടെ ഹൃദയം നിരാശപ്പെടരുത്. കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തം ചെയ്തവൻ അവൻ വിശ്വസ്തനാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ജീവിതം നമ്മൾ കമ്പയർ ചെയ്യുവാനല്ല, നമുക്ക് വചനത്തിലാണ്, ദൈവത്തിന്റെ ശബ്ദത്തിലാണ് ഹല്ലേലൂയ നാം വിശ്വസിച്ച് അവസാനത്തോളം ഹല്ലേലൂയ നിൽക്കണം. അവസാനത്തോളം പലരുടെയും ജീവിതത്തിൽ അവസാനമാകുമ്പോഴേക്കും ക്ഷീണമായി സ്തോത്രം, ശരീരം ക്ഷീണിക്കുന്ന പോലെ മനസ്സും തളർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. അല്ല സ്തോത്രം, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ കാണുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ നടക്കും നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല. ഹൗ ഗോഡ് ഡസ്, ദൈവം അത് ചെയ്തുകൊള്ളും. ഇവിടെ നമ്മൾ കാണുന്ന കുഷ്ഠരോഗികളായ വളരെ സാധാരണക്കാരെ കൊണ്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. വലിയ പഠിപ്പോ ഇൻഫ്ലുവൻസോ ഒന്നുമല്ല ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും സ്തോത്രം, പണമോ നമുക്കെല്ലാം ഉണ്ടെന്നിരിക്കും. ചിലപ്പം പണം കാണും, ഇൻഫ്ലുവൻസ് കാണും, പലരും സഹായിക്കാൻ കാണും, ഇതൊക്കെ അല്ലെ എഡ്യൂക്കേഷൻ കാണും, ഇതൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കും. ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന സൈന്യത്താൽ അല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. സ്തോത്രം. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒക്കെ പലപ്പോഴും 0 ആയി വരുമ്പോഴാണ് ദൈവപ്രവൃത്തി കാണുന്നത്. നാം പലപ്പോഴും നമ്മളെ തന്നെ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും, ഇന്ന കാര്യങ്ങളിൽ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാ, ഇന്ന കാര്യങ്ങളെ നമുക്ക് തന്നെ ഒരു കണക്ക് കൂട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ അതെല്ലാം പൊളിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ലോർഡ് ഐ ആം നത്തിങ്, എനിക്കൊന്നുമില്ലെന്നുള്ള അനുഭവങ്ങളിൽ വരുമ്പോഴാണ് കർത്താവിന് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിക്കുകയോ ലോകത്തിൽ ആശ്രയിക്കുകയോ ഒന്നുമല്ല, കർത്താവിൽ ആശ്രയിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും. അതെ, നമ്മുടെ ബലം എന്ന് പറയുന്നത് കർത്താവിൽ ആശ്രയം. ഒരു കുഞ്ഞ് എങ്ങനെയാ, ഒരു കുഞ്ഞിനെ യേശു പറഞ്ഞു, ഈ കുഞ്ഞിനെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ പോലെ തന്നെത്താൻ എല്ലാം താഴ്ത്തുന്നവൻ അല്ലേ, തന്നെത്താൻ താഴ്ത്തുന്ന ഒന്നിലും നമുക്ക് പ്രശംസിക്കാനല്ല. കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ആ കുഞ്ഞെന്ന് പറയുന്നത് അതുപോലെ ആശ്രയജീവിയാണ്. സ്തോത്രം. തൻ്റെ പേരൻസിനെ ആശ്രയിക്കുന്നത് പോലെ, അതുപോലെ ഒന്നും ഒരു കുഞ്ഞിനെ പുകഴുവാനോ ഒന്നും പ്രശംസിക്കാനോ
ത്രസിപ്പാനോ ഇല്ല. പൂർണ്ണമായ ആശ്രയം, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അന്ന് ഈ കുഷ്ഠരോഗി വെറും സാധാരണ മനുഷ്യരെ കൊണ്ട് ദൈവം പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഴിവില്ലാത്തവർ, ഒരു ശ്രേഷ്ഠത ഒന്നും പറയുവാനില്ല. നമുക്കറിയത്തില്ല. ദേ ആർ വില്ലിംഗ് ടു ടേക്ക് എ റിസ്ക്. അവർ തീരുമാനിച്ചു, ഞങ്ങൾ റിസ്ക് എടുക്കും, ഞങ്ങളെ ഹല്ലേലൂയ വി വിൽ മൂവ്. നമ്മൾ പലപ്പോഴും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുവാൻ നാം റെഡി ആയിരിക്കണം. ദൈവം നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. അതിന് വലിയ സ്തോത്രം പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കേണ്ടാണെന്നല്ല, എന്നാൽ പലപ്പോഴും ദൈവം തന്നെ നമ്മോട് ഇടപെടുമ്പോൾ, കർത്താവെ ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, കർത്താവിന്റെ സന്നിധിയിൽ നാം ഏൽപ്പിക്കുമെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കും. അവര് തീരുമാനിച്ചു, ഇവിടെ കിടന്നാലും മരിക്കും, എന്നാൽ പട്ടണത്തിൽ ചെന്നാൽ ഹല്ലേലൂയ ഒരു പക്ഷേ ഞാൻ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ നാളുകളിൽ റിസ്ക് എടുക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപവാസം ദൈവത്തിന്റെ കൈനെ ട്വിസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, എന്നാൽ കർത്താവ് നമ്മോട് സംസാരിക്കും. ചില സമയങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം വേർവിട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉപവാസത്തിലാണ് അന്യായ ബന്ധനങ്ങൾ അഴിയുന്നത്. കാരണം ന്യായമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പോലും ചിലപ്പോൾ ഓർക്കത്തില്ല, എന്നാൽ ഉപവാസത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ചില അന്യായമായ കെട്ടുകളെ നമ്മൾ തന്നെ ജീവിതത്തിൽ തന്നെ വന്നിട്ടുള്ളതായിരിക്കും. നമ്മുടെ സംസാരത്തില്, നമ്മുടെ പ്രവൃത്തിയില്, അല്ലെ അന്യായമായ പല വിഷയങ്ങളിലെ കെട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം അഴിയും. അന്യായ കെട്ടുകൾ അഴിയും, ബന്ധനങ്ങൾ അഴിയും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ആമേൻ. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇവർ തീരുമാനിച്ചു, ഹല്ലേലൂയ, നാം അടുത്ത സ്റ്റെപ്പുകൾ എടുക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയും, ഉപവസിക്കുവാൻ ദൈവം നമുക്കൊരു പ്രേരണ തരും. ചിലപ്പോൾ നമ്മൾ തന്നെയായിട്ട് ഐ വാണ്ട് ടു ഫാസ്റ്റ് ഫോർ 21 days ഒക്കെ, അല്ലെ ഒരാഴ്ച ഇരിക്കണം. ചിലപ്പം ഒരു ദിവസം ആകുമ്പോഴേ നമ്മൾ ക്ഷീണിച്ചു പോകും, അല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു ബലം തന്നാൽ, പരിശുദ്ധാത്മാവ് നമുക്ക് മേ ബി ഈവൻ ഇഫ് ഇറ്റ്സ് 1 meal ആയിരിക്കും, അല്ലെ ഒരു ദിവസമായിരിക്കും, ആത്മാവ് നമ്മോട് സ്തോത്രം നമ്മോട് ഇടപെടുമ്പോൾ നമുക്ക് ക്ഷീണമില്ല, നമ്മളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വചനം നമ്മളെ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ പറഞ്ഞു നമുക്ക് പോകാം. അവരെ ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി മുന്നമേ പ്രവർത്തിക്കുകയാണ്. നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. എന്തോ ശത്രു ആറാം പാളയത്തിൽ സ്തോത്രം, അവിടെ ശത്രു ഈ 4 പേരെ ഇറങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആറാം പാളയം മുഴുവനും ഭയപ്പെട്ടു. അവർ ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്. ആറാമേ സൈന്യങ്ങൾ, രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നോണ്ടാവും തമ്മിൽ അവർ ഭയപ്പെട്ട് ഓടുകയാണ്. ശത്രു ഭയപ്പെട്ട് ഇതാ നമ്മൾ നേരെ വരേണ്ട ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രൈമെ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ചിലപ്പോൾ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഇതെങ്ങനെ, ഈ ഭയങ്കര ശക്തന്മാരാണല്ലോ ഈ ശത്രു, ഈ ഭയങ്കര വിഷയങ്ങളാണല്ലോ, എങ്ങനെ നമ്മൾ ഇതിനെ നേരിടുമെന്ന് നമുക്കറിയാനൊക്കെ നമുക്ക് ഭയമാ. എന്നാൽ ദൈവം ചെയ്യുന്നത് എന്തുവാ? എത്ര ശത്രുവിനെയും മിണ്ടാതാക്കുന്ന ദൈവം, എത്ര ബലമേറിയ ശത്രുവിനെ ഓടിച്ചു കളയുന്ന ദൈവം. നിനക്ക് വേണ്ടി, ദൈവ പൈതലിന് വേണ്ടി ശത്രുവിന്റെ ശക്തികളെ അവന് ഭീതി വരുത്തി അവന് ഓടിച്ച് അവർ ഭയപ്പെട്ട് ഈ 4 സഹോദര പാവങ്ങളായ ലെപ്പേഴ്സ്, അല്ലെ, കുഷ്ഠരോഗികൾ, ഒരു ശക്തിയില്ലാത്തവര്, ഒരു മാന്യതയില്ലാത്തവര്, ഒരു കഴിവില്ലാത്തവര്, സ്തോത്രം, വെറും സാധാരണക്കാരെ കൊണ്ട് ദൈവം ഭീതി ജനത്തിന്റെ മേൽ ഇന്ന് നാം ഫേസ് ചെയ്യുന്ന എത്ര മഹാപർവ്വതം പോലെയുള്ള വിഷയങ്ങളായിക്കൊള്ളട്ടെ, ശത്രുവിന്റെ ആരവമായിക്കൊള്ളട്ടെ, സ്തോത്രം, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ്, സൈന്യത്താലല്ല, ദൈവം ചെയ്തെടുക്കുന്ന ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അവൻ ഒരിക്കലും നമ്മളെ, he has never failed us, നമ്മളെ ഒരിക്കലും തോക്കുവാൻ അനുവദിക്കും
നിർബന്ധിക്കുന്ന ദൈവമല്ല. ഒരു ദൈവ പൈതൽ ഒരു സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി നിൽക്കുമെങ്കിൽ, ഒരു സ്റ്റെപ്പ് ഉപവസിക്കുവാൻ താല്പര്യപ്പെട്ടാൽ, പ്രാർത്ഥിക്കുവാൻ, ദൈവസനിൽ ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ഹന്ന നിലവിളിച്ചു, ആമേൻ, എന്റെ നിന്ന മാറ്റണം, എന്റെ മേൽ എനിക്കൊരു പൈതലിനെ തരണം. ഹല്ലേലൂയ. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ആമേൻ. കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ മറുപടി തരുന്ന ദൈവം, അവന്റെ ചെവി തുറന്നിരിക്കുക. ആമേൻ. ദൈവ പൈതലിന്റെ കരച്ചിലിന് അവന്റെ നിലവിളി തുറന്നിരിക്കുന്നു. ഇവിടെ കാണുന്നു, ശത്രുവിന്റെ മേൽ ഹല്ലേലൂയ അവർ ഭയപ്പെട്ട്, ആമേൻ, അവർക്ക് ഈ സാധാരണക്കാരെ കൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയാണ്. ഇത് നാം ദൈവത്തോട് അടുത്തിരിക്കും. നമ്മെ കൊണ്ട് സാധാരണ മനുഷ്യരെന്ന് നമുക്ക് തോന്നും, വലിയ കഴിവില്ലാത്തവരാണെന്ന് തോന്നും, സഹോദരിമാരായിരിക്കും, അല്ലെ കഴിവില്ലാത്തവരായിരിക്കും, വലിയ ദൈവദാസ്. എന്നാൽ നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ പൈതലെ നമ്മൾക്ക് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആമേൻ. ഓരോരുത്തരുടെ മേലും ഉന്നത വിളിയാ ദൈവം വിളിച്ചതാണ്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. നമ്മൾ വെറും കോമൺ മാൻ ആണല്ലോ, ഒന്നും കഴിയുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. നാം ഈ നാളുകൾ റിസ്ക് എടുക്കുവാൻ, ഈ നാളുകളിൽ സുവിശേഷം പറയുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമെങ്കിൽ കർത്താവ് നമ്മിൽ കൂടെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നാം അടുത്ത് പുറകോട്ട് പോകുന്നവരല്ല, അവസാനത്തോളം വിശ്വാസത്തിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, അവസാനത്തോളം കർത്താവിന്റെ ക്രിസ്തുവിന്റെ പങ്കാളികളായി തീരണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ വേലയിൽ നാം പങ്കാളികളായി തീർന്നാൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചതും നാം ഓടിയതും അധ്വാനിച്ചതും നഷ്ടമായി പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ പറയുന്നു, അവിടെ കടന്നു എന്ന് നമ്മൾ കാണുന്നു. ശത്രുവിനെ ഓടിച്ചു. ആ കുഷ്ഠരോഗികൾ പാളയത്തിൽ എത്തി. പൊന്നും വലിയ വസ്ത്രങ്ങളും എല്ലാം അവർ ലഭിച്ചു, ഫുഡും എവറിത്തിങ്. എന്നിട്ട് പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട്, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമവും മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നമ്മളെ ഓർക്കുക. നമ്മളും വി ആർ ലൈക്ക് ലെപ്പേഴ്സ്. ഇതുപോലെ ഈ കുഷ്ഠരോഗികളുടെ കൂട്ടായിരുന്നു നമ്മള്, കഴിവില്ലാത്തവര്. ആമേൻ. യേശു ഹല്ലേലൂയ. നാം പാപത്തിന്റെ കുഷ്ഠത്തിൽ നമ്മൾ ജീവിച്ചവരായിരുന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ജീവന്റെ അപ്പമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം തന്നു, ആശ്വാസം തന്നു. ആമേൻ. വേണ്ടുകൊണ്ടുള്ള, ഹല്ലേലൂയ, നമുക്ക് ഭക്ഷിപ്പാൻ, ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കുവാൻ വചനം തന്നു. ഹല്ലേലൂയ. ഇന്ന് സദ്വർത്തമാന ദിവസം. നാം മിണ്ടാതിരിക്കുന്നവരല്ല, ഹല്ലേലൂയ, മിണ്ടാതിരിക്കുവാനല്ല. മിണ്ടാതിരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും. ഈ ദിവസങ്ങൾ നാം ഉണരാം. ആമേൻ. ചിലപ്പം പുറമെ നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടായിരിക്കാം. മേ ബി വി ആർ തിങ്കിങ്, I'm already 60, I'm already 50 years, I'm already 40 years. എത്ര എനിക്ക് പ്രായം അല്ല. ആമേൻ. ദൈവത്തിന്റെ സന്നിധി പ്രായം ഒരു കാര്യമല്ല. കർത്താവിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ അവസാനം ആദ്യത്തേലും അധികം ശക്തിയോടെ, ആമേൻ, പ്രായമാകും തോറും, അല്ലെ ക്ഷീണമാകും തോറും നമ്മൾ ക്ഷീണിച്ച് ആത്മാവിൽ ക്ഷീണിക്കുവാനല്ല. ഓരോ ദിവസവും നാം വളരുന്നവരായിരിക്കണം. നമ്മെ കൊണ്ട് ദൈവത്തിന് പിന്നെയും ചെയ്യുവാനുണ്ട്. ഈ ഭൂമിയിൽ നമ്മെ ുമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ വെച്ചിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വേല തീർന്നു പോയിട്ടില്ല, ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. കർത്താവിന് നമ്മിൽ കൂടി ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഹല്ലേലൂയ, സദ്വർത്തമാന ദിവസമല്ലോ. ഒരു പക്ഷേ നമ്മുടെ അയൽവക്കക്കാരോടായിരിക്കും, ഒരു പക്ഷേ ജോലി ചെയ്യുന്നവരോടായിരിക്കും. ആമേൻ. നമ്മളെ കാണുന്ന ഒരു ക്രിസ്തുവിനെ കാണട്ടെ. നമ്മളൊരു ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മുടെ ഭവനത്തിന് നമ്മളൊരു, ആമേൻ, കർത്താവിന്റെ വെളിച്ചം പകരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മളോട് ഇടപെടുന്നവരോട് ദൈവം തന്ന ഒരു വാക്യമായിരിക്കും നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രവൃത്തി വെളിപ്പെടും. അനേക കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞില്ല, നിരാശയിലും, ആമേൻ, ഒരു സ്റ്റെപ്പുകൾ എടുക്കാൻ വയ്യാതെ അവർ ഒതുക്കുന്ന അനുഭവങ്ങളൊക്കെ അവരെ നിരാശയിൽ കൂടി കടത്തിവിടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവജനം, ഹല്ലേലൂയ, അധികാരത്തിന്റെ ശുശ്രൂഷ കർത്താവ് തന്നിട്ടുണ്ട്. അത്, ആമേൻ, ആ ദൈവം തന്ന ദാനം, ആ വചനം, ഹല്ലേലൂയ, എടുത്ത് പ്രാർത്ഥിച്ച് നാം ഈ നാളുകളിൽ വിടുതലെടുക്കണം. സദ്വർത്തമാന ദിവസം, ഹല്ലേലൂയ, കർത്താവ് മറ്റുള്ളവരെ കൂടെ കർത്താവിലേക്ക് നേടുവാൻ നമുക്ക് ഇടയാക്കണം. അടുത്ത് നമ്മൾ വായിക്കുന്നു, പെട്ടെന്ന് പോട്ടെ, അവരെ, ഹല്ലേലൂയ, അവരെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിലടത്തൊന്നും എത്തിക്കേറാൻ പറ്റത്തില്ല. വലിയ, എന്നാൽ അവരെ കൊണ്ട് കഴിയുന്ന അവർ ചെയ്തു. അവർ പോയി പട്ടണവാതിൽക്കൽ ചെന്ന് കാവൽക്കാരെ വിളിച്ചു പറഞ്ഞു. അത്രയും മതി. രാജാവിന്റെ സൈന്യം ചിലപ്പം രാജകൊട്ടാരത്തിൽ കയറാൻ ചിലപ്പം പെർമിഷൻ കിട്ടിക്കാണത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ടൊക്കുന്നത് സാധാരണക്കാരായിരിക്കും. നമ്മളെ കൊണ്ടൊക്കെ നമ്മൾക്ക് പറയാനുള്ളവരോട് നമ്മൾ പറയുക.
ആമേൻ സ്തോത്രം. നമ്മുടെ ഭവനത്തിനായിരിക്കും നമ്മളൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സഭയിലായിരിക്കും. എന്നാൽ ദൈവത്തിന് നമ്മളിൽ കൂടി അവർ ചെയ്തു. പക്ഷെ അത് ആ ന്യൂസ് പിന്നെ അത് കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം എന്നെ കൊണ്ടൊക്കത്തില്ല, എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്ത് നടക്കുമെന്ന് ചിന്തിക്കണ്ട. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് നാം വിശ്വസ്തരായിരുന്ന ദൈവത്തിന് പ്രവൃത്തി കാണും. പിറ്റേ ദിവസം നമ്മൾ കാണുന്നു, ആമേൻ സ്തോത്രം, വാഗ്ദത്തം അതുപോലെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. നാളെ ഈ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, നാളെ ഈ നേരത്ത് ശമര്യയുടെ പരിവാതിൽക്ക് ശേക്കലിന് 2 സെയ യവവും ശേക്കൽ ഒരു നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 2 സെയ യവവും ശെക്കേലിന് 1 സെയ ഗോതമ്പുമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അവണ്ണം തന്നെ അവന് ഭവിച്ചു. പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു, അവൻ മരിച്ചുപോയി. ആമേൻ. നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? അങ്ങനെ ജനം പുറപ്പെട്ട് ആരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശെക്കേലിന് 1 സെയ ഗോതമ്പുമാവും ശെക്കേലിന് 2 സെയ യവവും വിറ്റു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, നമ്മോടുള്ള വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. ഹല്ലേലൂയ. നാം അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുക്കലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലാസ്റ്റ് മൊമെന്റിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളും ഭയങ്ങളും ഭീരുത്വങ്ങളും, എന്തോ ദൈവം പറയുന്നു, ഗിലെയാദ് എനിക്കുള്ളത് അല്ലേ? എന്തോ എന്നതിൻ്റെ അർത്ഥം? ഗിലെയാദ് എന്ന് പറഞ്ഞാൽ അവിടെ ഭയവും ഭീരുത്വവും ഇല്ല. ഭയവും ഭീരുത്വം ഉള്ളതും ഗിലെയാദ് പർവ്വതം വിട്ട് അപ്പം ഗിലെയാദിന്റെ എന്തോ ഇല്ല, ഭയവും ഇല്ല, ഭീരുത്വവും ഇല്ല. ആമേൻ സ്തോത്രം. ദൈവവചനം പറയുന്നത് ഗിലെയാദ് എനിക്കുള്ളത്. ആമേൻ. നാം ഭയപ്പെടുവാനും ഭീരുക്കളാകുവാനും അല്ല. ദൈവവചനത്തിൽ ദൈവവാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി അതിൻ്റെ നാളെ, ആമേൻ, ആ ദൈവപ്രവൃത്തി നാം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വി ആർ ട്രേഡിങ് അവർ സോറോസ്. ആമേൻ. ദൈവസന്നിധി നാം കടന്നു വരുമ്പോൾ നമ്മുടെ ഷെയിം ഈസ് ടേക്കൺ അവേ. നമ്മുടെ ലജ്ജ മാറിക്കളഞ്ഞു. നമ്മുടെ പെയിൻ, വി ആർ ട്രേഡിങ് അവർ പെയിൻ. ഹല്ലേലൂയ. മലയാളം പാട്ടുകൾ പറയുന്നത് എന്താ? നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, അല്ലേ? ഭാരങ്ങൾ മാറിപ്പോയി, എൻ്റെ ശാപങ്ങൾ സൗഖ്യമായി, എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം വിടുതല, യേശുവിൻ്റെ നാമം സൗഖ്യമാ, യേശുവിൻ്റെ നാമം ജയത്തിൻ്റെ നാമമാണ്. നാം ആ വചനങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ജീവൻ വരികയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ നമ്മുടെ വരണ്ട അവസ്ഥകളെ, നമ്മുടെ ഭയത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തിയെ നാം പുതുക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ശുശ്രൂഷ നമ്മുടെ മേൽ പകർന്നു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എൻ്റെ ഉള്ളിൽ ബലം നൽകി. കഴിഞ്ഞ കാര്യങ്ങളിൽ ദൈവം ബലം നൽകിയെങ്കിൽ ഇന്നും ദൈവം പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മുടെ സമയത്ത്, നമ്മുടെ ക്ഷീണിക്കുന്ന സമയത്ത്, തളരുന്ന സമയത്ത്, ഹല്ലേലൂയ, അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. എബ്രായ ലേഖനം പിന്നെയും നമ്മൾ വായിക്കുന്നത്, വി ആർ partakers. ആമേൻ. കർത്താവിൻ്റെ ഹല്ലേലൂയ. വി ആർ partakers if he is, ആമേൻ, അവസാനത്തോളം വിശ്വാസ അവസാനത്തോളം മുറുകെ പിടിച്ചാൽ അവന്റെ പങ്കാളികളായി തീരും. ഹല്ലേലൂയ. നാം ക്രിസ്തുവിന്റെ പങ്കാളികളായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ആദ്യം നമ്മെ അനുഗ്രഹിക്കട്ടെ.